ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ഫ്രീ ജോബ് വേക്കൻസികൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കൺസൾട്ടൻസി ത്രൂ പോകാൻ പറ്റുന്ന ജോബ് വേക്കൻസികൾ നമ്മൾ ഇടുന്നത്. അത് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ടാണ് കൺസൾട്ടൻസി ത്രൂ പോകാൻ പറ്റുന്ന ജോബ് വേക്കൻസികൾ ഇടുന്നത്. അപ്പോൾ അതേപോലെ ഫ്രീ ജോബ് വേക്കൻസികൾക്ക് ചിലപ്പോൾ മെയിൽ ഐ ഡികളായിരിക്കും കൊടുക്കുക, അതല്ലെങ്കിൽ ഫോൺ നമ്പറാണ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ നിങ്ങൾ സ്വമേധയാ തന്നെ നിങ്ങൾ നിങ്ങളുടെ സി വികൾ അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് നിങ്ങൾ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ചോദിക്കുക. അത് നിങ്ങൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. അതല്ല കൺസൾട്ടൻസി ത്രൂ ആയിട്ടുള്ള ജോബ് വേക്കൻസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജോബിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കും. താല്പര്യമുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റും. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ യു എയിലേക്ക് നമ്മളെല്ലാവരും തന്നെ പോകുന്നത് ഒന്നുകിൽ നമ്മൾ വിസിറ്റിംഗ് വിസ എടുക്കും, അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾക്ക് നമുക്ക് ജോബ് വിസ അയച്ചു തരും, അങ്ങനെയൊക്കെയാണ് പോകുക അല്ലേ. എന്നാൽ ഫ്രീലാൻസ് വിസ എന്ന് പറയുന്ന വിസ ഉണ്ടല്ലോ, ഫ്രീ വിസ എന്ന് പറയുന്ന ഫ്രീലാൻസ് വിസ, അതേപോലുള്ള വിസകൾ ഇപ്പം അവിടുത്തെ കൺസൾട്ടൻസി ത്രൂ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഏജ് പ്രശ്നമില്ല. നമ്മൾ സ്വന്തം റിസ്കിലൊക്കെ നമ്മൾ പോയിട്ട് ജോബ് അന്വേഷിക്കുന്നു. ഇങ്ങനെയുള്ള 2-3 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ആണ് ഈ ഫ്രീലാൻസ് വിസ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെന്നു, ഒരു മാസം നമ്മളവിടെ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരാഴ്ച നമ്മൾ വർക്ക് ചെയ്തു, നമുക്ക് അവിടെ താല്പര്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്വമേധയാ തന്നെ, നമ്മൾ അവിടുത്തെ വിസയല്ല, നമുക്ക് അവിടുന്ന് ജോബ് ചെയ്തിട്ടുള്ള സാലറി മേടിച്ച് നമുക്ക് സ്വമേധയാ തന്നെ മാറി നമുക്ക് മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകാൻ പറ്റും. എന്നാൽ നമ്മളൊരു കമ്പനി വിസയിൽ അല്ലെങ്കിൽ അതേപോലെയുള്ള സ്ഥാപനങ്ങളുടെ വിസയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസയുടെ പേയ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ കൊടുക്കേണ്ടി വരില്ല. പക്ഷേ നമ്മൾ അവിടെ 2 വർഷമെങ്കിലും നമ്മൾ ആ വിസയിൽ നമ്മൾ വർക്ക് ചെയ്യണം. എഗ്രിമെൻറ്റോ കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു 6 മാസം എന്നുള്ളത് യു എയിലെ കോമൺ റൂളാണ്. 6 മാസം നമ്മൾ ആ വിസയിൽ വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചില കമ്പനികളൊക്കെ നമ്മുടെ അടുത്ത് പേയ്മെൻറ്റ് ചോദിക്കും, ചില കമ്പനികൾ പേയ്മെൻറ്റ് ചോദിക്കാതെ തന്നെ ചിലപ്പോൾ നമുക്ക് വിസ ക്യാൻസൽ ചെയ്ത് തരുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ തന്നെ പേയ്മെൻറ്റ് കൊടുക്കണം. ഈ ഫ്രീലാൻസ് വിസയ്ക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് നമുക്ക് വിസ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ വിസയിൽ നമ്മൾ ജോബ് ചെയ്യാൻ നമുക്ക് ഇന്ന ഒരു സ്ഥാപനത്തിൻ്റെ കീഴിൽ തന്നെ നിന്ന് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന വ്യക്തികളുടെ കീഴിൽ തന്നെ നിന്ന് വർക്ക് ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ട്രേഡുള്ള ആളാണ്, ചിലപ്പോൾ ഒരു ഇലക്ട്രീഷ്യനാണ്, അല്ലെങ്കിൽ ഒരു പ്ലംബറാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ജോബും ആയിക്കോട്ടെ, ഏത് തരത്തിലും, ഒരു ഷെഫാണെങ്കിൽ പോലും, അതിലേക്ക് എന്ത് തരം ജോബുകളുള്ള ആളുകളാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് വിസ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ഥാപനത്തിലും നമുക്ക് ജോബ് കിട്ടും. കാരണം വിസേൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ഥാപനങ്ങളായാലും വ്യക്തികളാണെങ്കിലും നമുക്ക് തരുമ്പോൾ ഒരു വിസയ്ക്ക് വരുന്ന കോസ്റ്റ് ഏകദേശം 2.5 ലക്ഷം രൂപേൻ്റെ അടുത്താണ് ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ നിലയ്ക്ക് ഒരു വിസയ്ക്ക് വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ. നമുക്ക് അപ്പോൾ സ്ഥാപനങ്ങൾക്ക് നമുക്ക് എന്ത് വേണ്ട, നമ്മുടെ മുകളിൽ നമ്മുടെ മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരില്ല നമ്മുടെ വിസയുടെ കാര്യത്തിൽ. അതാണ് അതിൻ്റെ ഉള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ പോകാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് ഫ്രീ വിസയിൽ പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, ഫ്രീലാൻസ് വിസയ്ക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കും കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ ഫ്രീ വിസയിൽ, അതായത് ഇത് നമുക്ക് ഏത് എംപ്ലോയ്മെൻറ്റ് വിസ തന്നെയാണ്. അതായത് നമുക്കിത് ഏത് മേഖലയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വിസയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്, വിസിറ്റിംഗ് വിസയിലല്ല. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റുന്ന നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫ്രീ ജോബ്സ് ഇടുന്നുണ്ട്. ഞാൻ ഫ്രീ ജോബ്സ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ യു എയിൽ വന്നിട്ട് ജോലി അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പം വേക്കൻസികൾ ഒരുപാട് ചിലപ്പോൾ അവർ അന്വേഷിച്ചു ചിലപ്പോൾ കിട്ടലുണ്ടാവില്ല. നമ്മൾ ഒരുപാട് അലയുന്നുണ്ടാവും. അപ്പോൾ അതേപോലെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഫ്രീ ജോബ്സ് കൊണ്ട് ഒരുപാട് ഗുണമാവും. കാരണം നമ്മൾ സി വികൾ അയച്ചു കൊടുക്കുക, അവർ പറയുന്ന അതേ കാറ്റഗറിയിൽ പെടുന്ന ജോബുകൾക്ക് സന്നദ്ധരായിട്ടുള്ള, അല്ലെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിലാണ് നമ്മൾ സി വി അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്യുക, നമുക്ക് ബാക്കി റിപ്ലൈകളും കാര്യങ്ങളൊക്കെ കിട്ടുക. പിന്നെ ഈ ഫ്രീ ജോബ്സിന് വേറെ പ്രത്യേകത കൂടി ഉണ്ട്. ഒന്ന്, എൻ്റെ അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള എൻ്റെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട്, അതേപോലെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ ഇട്ട് തരുന്നതാണ് ഫ്രീ ജോബ്സ്. അപ്പോൾ എനിക്ക് നേരിട്ട് സ്ഥാപനങ്ങളിൽ പരിചയമില്ല. നിങ്ങൾ തന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, ആ വേക്കൻസികളെ കുറിച്ച് നിങ്ങൾ തന്നെ എൻക്വയറി ചെയ്തിട്ടാണ് പോകേണ്ടത്. അതേപോലെ കൺസൾട്ടൻസി ത്രൂ വരുന്ന ജോബ് വേക്കൻസികളാണെങ്കിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കും. താല്പര്യമുള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ അത് അങ്ങനെ പോവാം. ബാക്കി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എൻക്വയറി നടത്തി നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും.
അങ്ങനെയാണ് അതിൽ നോക്കേണ്ടത്. അതിപ്പോൾ യു എയിലുള്ള ആൾക്കാർക്കും വേണമെങ്കിൽ നോക്കാം, അതേപോലെ തന്നെ നാട്ടിലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ മറ്റ് GCCയിലുള്ള ആൾക്കാർക്കോ എവിടെ നിന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും അങ്ങനെ നോക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ 2-3 കാറ്റഗറി ആയിട്ട് ഞാൻ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോയിൽ ഞാനത് എഴുതിയിട്ടിട്ടുണ്ടാവും. ഏത് രീതിയിലാണ് നമുക്ക് ജോബ് ഉള്ളതും, അതേപോലെ ഫ്രീ ജോബ്സ് ആണെങ്കിൽ ഫ്രീ ജോബ്സ് എന്നും, അതല്ല കൺസൾട്ടൻസി ത്രൂ പോകാൻ പറ്റുന്നതാണെങ്കിൽ കൺസൾട്ടൻസി ത്രൂ പോകാൻ പറ്റുന്ന ജോബെന്നും, അതേപോലെ തന്നെ ഈ ഫ്രീ വിസയുടെ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഞാൻ വീഡിയോയിൽ എഴുതിയിടുന്നുണ്ട്. കാരണം എല്ലാവർക്കും ചിലപ്പോൾ ഒറ്റ വാക്കിൽ നമ്മൾ വീഡിയോ ചിലപ്പോൾ കണ്ടു പോകുന്നവർക്ക് ചിലപ്പോൾ അത് മനസ്സിലായിക്കോണമെന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ എഴുതിയിടുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ ബാക്കിയുള്ള തീരുമാനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ ബൈ, താങ്ക് യു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് ജോബ് വേക്കൻസികളും മറ്റ് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ. എല്ലാവരും ഓണാഘോഷിക്കാൻ വേണ്ടി തിരക്കിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും ചെറിയ രീതിയിലാണെങ്കിലുമൊക്കെ പ്രളയവും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും നമ്മളെല്ലാ മലയാളികളും കുടുംബസമേതം എല്ലാവരും സന്തോഷിക്കുന്ന, ജാതി മതഭേദമന്യേ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു നമ്മുടെ കേരളത്തിൻ്റെ ദേശീയോത്സവമാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് വിഷസ് ഞാൻ അറിയിക്കുകയാണ്. ഓണത്തിൻ്റെ എല്ലാവരും നല്ല സുഖം, സന്തോഷം, അതേപോലെ തന്നെ സമാധാനത്തിൻ്റെയൊക്കെ 100 ഓണാശംസകൾ. അതേപോലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അതൊക്കെ കുറച്ച് ഒരു 2-3-4 ദിവസത്തേക്ക് ഓണത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും മറക്കുക. എന്നിട്ട് നമുക്ക് പറ്റുന്ന ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും, അതായത് ചെറിയൊരു സദ്യയാണ് നമുക്ക് ഒരുക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളെല്ലാവരും കുടുംബത്തോട് എല്ലാവരും ഒത്തുകൂടി എല്ലാവരും ഓണാഘോഷിക്കുക. ഓക്കെ ബൈ, നമുക്ക് വീണ്ടും കാണാം.